സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. ഇനിയിപ്പോൾ നമ്മൾ എക്സാം എഴുതി നമ്മളുടെ റിസൾട്ട് വന്നു, നമുക്ക് ഈ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിനുശേഷമുള്ളത് എന്ന് പറയാം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു 1-2 വർഷം ശരിക്കും സ്വർഗീയമായ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ എക്സാമിൻ്റെ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം 5ഓളം നമ്മളെ കെയർ ചെയ്യാനുള്ള ആൾക്കാരെയും കൂടെ സർവൻസ് ആയിട്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ ഡ്രൈവർ, കുക്ക്, ക്ലീനിങ് സ്റ്റാഫ്, അങ്ങനെ പേഴ്സണൽ പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ്, ഇങ്ങനെ ഒരു 5 പേരെ അയാളുടെ ആ പൊസിഷൻ അനുസരിച്ചുള്ള ആൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഒരു ബംഗ്ലാവ് കൊടുക്കുകയാണ്. വിദേശ യാത്രകളൊക്കെ ഫ്രീ ആണ്. അതിൻ്റെ TADAയും മറ്റു കാര്യങ്ങളും അയാൾക്ക് മാത്രമല്ല, അയാളുടെ കൂടെ എസ്കോർട്ട് പോകുന്ന ആൾക്കാർക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പെർക്കുകൾ ഇവർക്കുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു IAS കിട്ടിയ ഒരാൾ എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലബസ്ന എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്കറിയാം ഉത്തരാഖണ്ഡിലുള്ള മസൂരി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രത്തിലാണ് ഈ ലബസ്ന സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മളൊക്കെ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു, ലബസ്നയിൽ ഏത് വർഷം കാണാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ ലബസ്ന എന്ന് പറയുന്നത് IASൻ്റെയും IFSൻ്റെയും ഈ 2 പേരുടെയും ട്രെയിനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. IFSകാരെ 3 മാസം അവിടെ താമസിപ്പിച്ച് അതിനുശേഷമാണ് അവർക്ക് ബാക്കിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ IASകാർക്ക് 1 വർഷത്തോളം അവിടെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരെ ഭാരത ദർശനം, പിന്നെ അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്കുള്ള എന്താ പറയുക സ്കിൽ ട്രെയിനിങ്ങുകൾ, മറ്റ് ഓരോ ട്രെയിനിങ് ഉണ്ട്. ഒരുപാട് ട്രെയിനിങ്ങുകൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അവരെ സർവീസിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നത്. ഇനി IPSകാരുടെ കാര്യമാണെങ്കിൽ അവർ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലാണ്. അപ്പോൾ അവർ ഇവിടേക്കല്ല പോണത്, മസൂരിയിലേക്കല്ല, ഹൈദരാബാദിലെ പോലീസ് അക്കാഡമിയിലേക്കാണ് പോണത്. അവിടെയാണ് അവരുടെ കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ IPSൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണോ? നമ്മളുടെയൊക്കെ ഫോഴ്സിലേക്കുള്ള ട്രെയിനിങ്ങുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. ട്രെയിനിങ് അതിൽ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ നമ്മൾ വെപ്പൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വെപ്പൺ യൂസ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഇവർ പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ. ഒന്ന് നമ്മുടെ നമ്മുടെ ക്യുസിൻ, നമ്മളെ എന്താ പറയുക, ഒരു ടേബിൾ മാനേഴ്സ് ഉണ്ടല്ലോ, ഒരു ഹൗ ടു ഈറ്റ് ഫുഡ് എന്ന് പറയുന്നത് തൊട്ട് ഒരു എലൈറ്റായ ആൾക്കാർ എങ്ങനെ ഫുഡ് കഴിക്കുന്നു ആ രീതിയിലുള്ള ട്രെയിനിങ് മുതൽ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ പോലീസ് അക്കാഡമിയിൽ അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ 2 രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വെപ്പൺ ട്രെയിനിങ് ഉണ്ട്. ദെൻ അവർക്ക് സൈക്കോളജിക്കലി കുറേ കാര്യങ്ങൾ അവിടുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വലിയൊരു സിറ്റുവേഷനൊക്കെ ഈസി ആയിട്ട് ഒരാൾ നിന്ന് മാനേജ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും, പല IPSകാരെ IASകാരെയൊക്കെ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ആ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രെയിനിങ്ങുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ബാക്കിയുള്ളത് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. പ്രിലിംസും അത് കഴിഞ്ഞാൽ മെയിൻസ് എക്സാമും ഉണ്ടല്ലോ. അപ്പോൾ പ്രിലിംസ് പേപ്പറിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് മാർക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ ചെറുതായിട്ട് സാറ് സൂചിപ്പിച്ചു. അതൊന്ന് വിശദമായിട്ട് പറയാമോ? അതുപോലെ മെയിൻസ് എക്സാമുകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു പരീക്ഷാ രീതി? എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഈ സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു 1-1.5 വർഷത്തോളം എടുക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ. അതിലാദ്യം വരുന്നതാണ് പ്രിലിമിനറി എക്സാമാണ്, അല്ലെങ്കിൽ പ്രിലിംസ് എക്സാം. അതിൽ 2 പേപ്പറാണുള്ളത്. ഒന്ന് GS പേപ്പർ ഉണ്ട്, അതായത് പേപ്പർ 1. രണ്ടാമത്തത് പേപ്പർ 2. ഇതിൽ പേപ്പർ 1-ൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിന് 200 മാർക്കാണ്. 2 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. പേപ്പർ 2-ൽ 80 ക്വസ്റ്റ്യൻസാണ്, അതും 200 മാർക്കിനാണ്, 2 മണിക്കൂർ തന്നെയാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ 2 പേപ്പറും നമുക്ക് ക്വാളിഫയിങ് ആണ്, പാസ്സായാൽ മാത്രം മതി. അതിൻ്റെ മാർക്ക് എവിടെയും പരിഗണിക്കുന്നൊന്നുമില്ല. പ്രിലിംസ് കയറാനുള്ള
ഒരു എൻട്രൻസ് മാത്രമാണിത്. പേപ്പർ 1 എന്ന് പറയുന്നത് ആക്ച്വലി കഴിഞ്ഞ വർഷം 80 മാർക്കാണ്. 75 to 80 ആ റേഞ്ചിനുള്ളിലാണ് സാധാരണഗതിയിൽ കട്ട് ഓഫ് വരിക. അത്രേ വരുന്നുള്ളൂ. നമുക്ക് ആലോചിച്ചറിയാം, 200 മാർക്കിൽ നമുക്ക് വേണ്ടത് വെറും ഒരു 80 മാർക്കിനുള്ളിലുള്ള ഒരു സ്കോർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞു. പേപ്പർ 2 ആണെങ്കിൽ നമുക്ക് 33% മാത്രം മതി. 33% എന്ന് പറഞ്ഞാൽ 200ൻ്റെ 33% എത്രയായിരിക്കും? 67 മാർക്കാണ്. കാരണം 100ൻ്റെ 33 എന്ന് പറഞ്ഞാൽ 33, 200ൻ്റെത് 66, 67 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പർ ക്വാളിഫൈ ചെയ്യും. ഈ രീതിയിൽ നമുക്ക് പ്രിലിംസ് എക്സാം പാസ്സായി എടുക്കാം. പിന്നെ വരുന്നതാണ് മെയിൻസ്. മെയിൻസിന് 2 പാർട്ടുണ്ട്. മെയിൻസിൻ്റെ ഭാഗമാണ് റിട്ടേൺ എക്സാമും പേഴ്സണാലിറ്റി ടെസ്റ്റും. ഇത് രണ്ടും ഒന്നാണ്, രണ്ടല്ല. കാരണം രണ്ടിൻ്റെയും കൂടെ മാർക്ക് 2025 അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാണ് എന്ത് ചെയ്യുക, റിസൾട്ടിന് പരിഗണിക്കുന്നത്, റാങ്കിങ്ങിനും റിസൾട്ടിനും ഒക്കെ പരിഗണിക്കുന്നത്. ഇനി ഇതിലും 2 ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്. ഒരു ഇംഗ്ലീഷ് പേപ്പറുണ്ട്, ഒരു മലയാളം പേപ്പറും. ലോക്കൽ ലാംഗ്വേജ്, എനി ലാംഗ്വേജ്, മലയാളം, തമിഴ്, കർണാടക, കന്നഡ, എനിത്തിങ്. അതിൽ 25% മാർക്ക് മതി. അത് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പറാണ്. ഇത് കൂടാതെ 4 GS പേപ്പറുണ്ട്. GS പേപ്പർ എന്ന് പറഞ്ഞാൽ പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമി, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇത് കൂടാതെ ഒരു സംഭവം എക്സ്ട്രാ വരുന്നത് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്. ഈ പേപ്പറിൽ മാത്രമാണ് ഒരു പുതിയൊരു സംഭവം വരുന്നത്. അതും ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ 4 പേപ്പറിനും 250 വെച്ചാണ് മാർക്കുള്ളത്. അപ്പോൾ 250 × 4 1000 മാർക്കിനുള്ള സംഭവമാണ് അവിടെ വരുന്നത്. ഇതാണ് മെയിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പേപ്പറുകൾ. പിന്നെ ഒരു 2 ഓപ്ഷണൽ പേപ്പേഴ്സാണുള്ളത്. ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വിഷയങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാം, ജോഗ്രഫി എടുക്കാം, സയൻസ് എടുക്കാം, ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, എന്തും ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് ഡിഗ്രിക്ക് വരുന്ന രീതിയിലുള്ള ഒരു സിലബസ് ഉള്ള ഒരു സാധനം. അതിനൊരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ട്. ആ സിലബസ് നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ആ ഓപ്ഷന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 250 മാർക്കുള്ള 2 പേപ്പർ. അപ്പോൾ 500 മാർക്കാണ് ഓപ്ഷണൽസിന് ഉള്ളത്. അപ്പോൾ ഓപ്ഷണൽസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ഓപ്ഷൻസിൻ്റെ പേപ്പറുകളാണ് ഉണ്ടാവുക. ഓപ്ഷനിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യകാലത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹിസ്റ്ററി എടുക്കുന്ന ആൾ വേറെ ഒന്നും കൂടെ എടുക്കണമായിരുന്നു. ഒന്നെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ജോഗ്രഫി, പോളിറ്റി, വേറെ എന്തെങ്കിലും എടുക്കണമായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷന് 2ആയിട്ട് തിരിച്ച് 2 പേപ്പറായിട്ടാണ് നമ്മൾ എഴുതാനുള്ളത്. അതിനും 250 മാർക്കാണ്. 250 × 2 500 മാർക്ക്. ദെൻ വരുന്നത് ഒരു എസ്സേ പേപ്പർ ഉണ്ട്. അതും 250 മാർക്കിൻ്റെതാണ്. അതിൽ വ്യത്യസ്തമായ ടോപ്പിക്കുകളും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന സാധനങ്ങളാണ് ആ എക്സാമിൽ നമുക്ക് എഴുതാനുള്ളത്. അതിൽ എക്സാം എഴുതേണ്ട പാറ്റേണൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പിന്നെ വരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതിന് 275 മാർക്കാണ്. ആദ്യം അത് 300 ആയിരുന്നു, ഇപ്പം അത് 275 ആക്കി കുറച്ചിട്ടുണ്ട്. 275 മാർക്കിൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റും കൂടി 2025 മാർക്കാണ് നമുക്ക് ആകെയുള്ള എക്സാമിൻ്റെ ടോട്ടൽ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് പോലും 1100 മാർക്കിനടുത്താണ് കിട്ടാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 60% താഴെയാണ് അവിടെയും മാർക്ക് വേണ്ടു. അത്രയും മതി. വെറും ഒരു ഫസ്റ്റ് ക്ലാസ്സിനുള്ളിലുള്ള മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് 1ാം റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അത്ര വലിയ ഡിഫിക്കൽട്ട് ആണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത്ര ഡിഫിക്കൽട്ടായ എക്സാമൊന്നും അല്ല. പക്ഷേ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ പോയി നല്ല രീതിയിൽ ഒരു 1.5 വർഷം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആവറേജ് വിദ്യാർത്ഥിക്കും നേടിയെടുക്കാവുന്ന സുന്ദരമായൊരു പോസ്റ്റാണ് ഇന്ത്യൻ സിവിൽ സർവീസ്, അല്ലെങ്കിൽ IAS, IPS, IFS, IRS തുടങ്ങി അങ്ങനെ വരുന്ന സർവീസ്. സ്ഥിരതയാണ് പ്രധാനം അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. നമ്മൾ വിശാലമായി പഠിക്കും പല കാര്യങ്ങളും, പക്ഷെ കുറച്ച് കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, അത് കറക്റ്റാണ്. കാരണം ഒരു വിഷയത്തിൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കോച്ചിങ്ങിന് പോകുമ്പോൾ അവർ പറയും നമുക്ക് എല്ലാ വിഷയത്തിലും വാട്ടർ ലെവലിൽ കുഴിച്ചാൽ മതി. വാട്ടർ കിട്ടുമല്ലോ കുറച്ച് കുഴിക്കുമ്പോൾ. ഓയിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴിക്കണം. അത്രയും കുഴിക്കേണ്ട കാര്യമില്ല. ഓരോ വിഷയത്തിൻ്റെയും വാട്ടർ ലെവൽ വരെ നമ്മൾ എത്തണം. ചില വിഷയങ്ങളിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെയും താഴെ എത്തിയിട്ടുണ്ടാവും. അത്ര ആവശ്യമില്ല. എന്നാൽ എല്ലാ വിഷയത്തിലും നമ്മൾ എവിടെ എത്തണം, വാട്ടർ ലെവലിൽ എത്തണം. അങ്ങനെയാവുന്ന ഒരു സന്ദർഭത്തിൽ
നമുക്ക് സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സിവിൽ സർവീസ് എന്ന് കേൾക്കാറുണ്ട്. എല്ലാ വർഷവും ഒരുപാട് പേര് ഈ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതും വാർത്തകളിൽ വരുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്കും വേണമെങ്കിൽ സ്ഥിരതയോടെ ഇരുന്ന് സാറ് പറഞ്ഞതുപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കും ഈ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്ന കടമ്പ കടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് സാറ് വളരെ വിശദമായി നമ്മളോട് വിശദീകരിച്ചത്. ഏറെ നന്ദി റേഡിയോ മാറ്റിലിയുടെ പേരിൽ അറിയിക്കുകയാണ്. താങ്ക് യു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും നമ്മുടെ നാട്ടിലുള്ള ഈ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കുട്ടികൾക്ക് ഇത് അറിയാനുള്ള ഒരു അവസരം ഒരുക്കിയതിനും ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റിലിയോട് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. താങ്ക് യു. സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായി ജാഫർ അമീർ സാർ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്കുണ്ടെങ്കിൽ റേഡിയോ മാറ്റുലിയുടെ 94 46 03 44 22 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി.